നമസ്കാരം, ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ഈജിപ്തിൽ സൈനിക ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥിനികളുടെ തടവ് ശിക്ഷ കോടതി റദ്ദാക്കി. ഉത്തരവ് ലഭിച്ചാൽ ഉടൻ ജയിൽ മോചനം. സൗദി നിരസിച്ചതിന് ശേഷം ഒഴിവ് വന്ന UN രക്ഷാസമിതി സീറ്റിലേക്ക് ജോർദാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ജോർദാന്റേത് മൂന്നാം ഊഴം. സിറിയയിൽ അസദ് മാറാതെ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹേഗ്. സിറിയയിലെ ജനങ്ങളുടെ പ്രതിനിധികളായി ബ്രിട്ടൻ അംഗീകരിക്കുന്നത് സിറിയൻ ദേശീയ സഖ്യത്തെയെന്നും വില്യം ഹേഗ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണം. കോഴിക്കോട് ജില്ലാ ജയിലിലെ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തി. നിരീക്ഷണ ക്യാമറകൾ അഴിച്ചുമാറ്റിയ സംഭവത്തിൽ സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ്. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇത്തവണയും വിവാദത്തോടെ തുടക്കം. മലയാള സിനിമയ്ക്ക് 75 വയസ്സ് എന്ന തെറ്റായ പരാമർശത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മാപ്പ് പറഞ്ഞു. മലയാള സിനിമയ്ക്ക് 85 വയസ്സ് തന്നെയെന്ന് സാംസ്കാരിക മന്ത്രിയുടെ വിശദീകരണം. മലയാള സിനിമയുടെ പ്രായം 75 വയസ്സാണെന്ന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരണത്തിലെ പരാമർശം വിവാദത്തിൽ. ആദ്യ ചലച്ചിത്രമായ വിഗതകുമാരനെ ഒഴിവാക്കി മലയാള സിനിമാ ചരിത്രത്തെ വികലമാക്കിയതിനെതിരെ സിനിമാ പ്രവർത്തകർ രംഗത്തെത്തി. വീഴ്ച പറ്റിയതിൽ അക്കാദമി ചെയർമാൻ മാപ്പ് പറഞ്ഞു. മേളയെ സവർണവൽക്കരിച്ചെന്ന വിമർശവും ഉയർന്നിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തെ സംഘാടകർ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംവിധായകൻ കമൽ പറഞ്ഞതോടെ രണ്ടാം ദിവസം വിവാദങ്ങളോടെയാണ് തുടക്കമായത്. ഏതായാലും ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിൽ ഇത് കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഇപ്പോൾ 75 ഇയർ ഓഫ് മലയാള സിനിമ എന്ന് പറഞ്ഞ് വിത്ത് ലോഗോണ് അടിച്ചു വെച്ചിരിക്കുന്നത്. മേളയെ സവർണവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നായിരുന്നു സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ പ്രസ്താവന. കൾച്ചറൽ പ്രോഗ്രാം എന്ന പേരിൽ കാണിച്ച ഒരു ഹിന്ദു പുണ്യപുരാണ ബാലെ കണ്ടു. കണ്ടോടുകൂടി ഇത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയാണോ അതോ ഏതെങ്കിലും അമ്പലപ്പറമ്പാണോ നമുക്ക് സംശയം. എന്നാൽ സംഘാടകർക്ക് മലയാള സിനിമയെ സംബന്ധിച്ച അറിവില്ലായ്മയാണെന്നായിരുന്നു TV ചന്ദ്രൻ പ്രതികരിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തെ അവഗണിക്കലാണോ, മലയാള സിനിമയെ അറിയായ്മയാണോ? സംഭവിച്ചത് ക്ലറിക്കൽ മിസ്റ്റേക്കുകളാണെന്നും അത് തിരുത്തുമെന്നും മേളയുടെ ഡയറക്ടർ പ്രിയദർശൻ ഉറപ്പു നൽകി. എന്നാൽ ഉച്ചയോടെ മലയാള സിനിമയുടെ ചരിത്രത്തെ വിസ്മരിച്ചതിനും മേളയെ സവർണവൽക്കരിക്കാനുള്ള നീക്കത്തിനുമെതിരെ സിനിമാ പ്രേമികൾ പ്രധാന തിയേറ്ററായ കൈരളിക്ക് മുമ്പിൽ ഒത്തുകൂടി. സംവിധായകരായ കമൽ, TV ചന്ദ്രൻ എന്നിവരടക്കം പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. സംഭവിച്ചത് ക്ലറിക്കൽ മിസ്റ്റേക്കുകളല്ലെന്നും മേളയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള നീക്കമാണെന്നും പ്രതിഷേധക്കാർ പ്രതികരിച്ചു. സാധാരണ എന്താണ് അവതരിപ്പിക്കുക എന്നുള്ള തീം ഒരു ബോർഡ് മുമ്പാകെ ഡിസ്കസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയും ചെയ്ത് അതാണ് അവതരിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ സംഘാടകർ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് ആസ്വാദകരുടെ തന്നെ തീരുമാനം. മീഡിയ വൺ, തിരുവനന്തപുരം. മലയാള സിനിമയ്ക്ക് 85 വയസ്സ് തന്നെയാണെന്ന് സാംസ്കാരിക മന്ത്രി KC ജോസഫ്. തനിക്ക് സിനിമാക്കാരിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് 75 വയസ്സെന്ന് പറഞ്ഞത്. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ തിരുത്തിയതാണെന്നും KC ജോസഫ് പറഞ്ഞു. മലയാള സിനിമയുടെ സംബന്ധിച്ച് പിന്നെ ഈ ചെന്നൈയിൽ ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ മലയാള സിനിമക്കാരെതിരെ പറഞ്ഞത് മലയാള സിനിമയുടെ 75ാം വാർഷികവും ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികവും എന്നാണ്. പക്ഷെ അതിലൊരു ഒരു ശരിയല്ലാത്ത ഭാഗമുണ്ട്. കാരണം വെച്ചാൽ ഈ ശബ്ദമുള്ള സിനിമയുടെ 75ാം വാർഷികമാണ്. ശബ്ദമില്ലാത്ത JC ഡാനിയലിന്റെ സിനിമ ഇങ്ങോട്ട് 85 വർഷമാണ്. 1930 പുറത്തിറങ്ങിയ JC ഡാനിയലിന്റെ വിഗതകുമാരനെ മറന്ന് മലയാള സിനിമയുടെ 75ാം വാർഷികമാണെന്ന് പറഞ്ഞ അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയിൽ സിനിമാ പ്രേമികളുടെയും പ്രവർത്തകരുടെയും പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു സംവിധായകനായ ഡോക്ടർ ബിജു, ഒപ്പം ഡെലിഗേറ്റ്സ് ഫോറം പ്രതിനിധി സജു, ഒപ്പം ദളിത് ആക്ടിവിസ്റ്റായ രൂപേഷ് കുമാറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ബിജു, ഇന്ന് വിഗതകുമാരൻ എന്ന സിനിമയെ ഒഴിവാക്കിക്കൊണ്ട് മലയാള സിനിമയുടെ 75ാം വാർഷികം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിലെ ആ തെറ്റ് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്നാണ് സംഘാടകർ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിച്ചത്. വെറും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണോ സംഘാടകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്? ഇത് മനഃപൂർവ്വമായി അവരുടെ ഭാഗത്ത് നിന്ന് അവർ മനഃപൂർവ്വമായി ചെയ്ത ഒരു കാര്യം തന്നെയാണ് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇതൊരു നമുക്ക് മനസ്സിലാവാത്ത ഇത്ര ലാഘവബുദ്ധിയോടു കൂടിയാണോ ചലച്ചിത്രമേളയിലെ കാര്യങ്ങൾ, മലയാള സിനിമയുടെ പ്രായത്തെ പോലും ഇത്ര ലാഘവബുദ്ധിയോടുകൂടി സമീപിക്കാൻ എങ്ങനെയാണ് ഈ ചലച്ചിത്രമേളയുടെ സംഘാടകർക്ക് കഴിയുന്നത്? വളരെ അപകടകരമായ കാര്യങ്ങളാണ് ഉദ്ഘാടനമേളയിൽ നടന്നത്. മലയാള സിനിമയുടെ പ്രായം 85 വയസ്സുള്ളത് 75 വയസ്സെന്ന് മാറ്റി പറയുക, വിഗതകുമാരനെ മറക്കുക, JC ഡാനിയലിനെ അപമാനിക്കുക, അവിടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ 100 വർഷത്തിൽ മലയാള സിനിമയിലെ അടൂരോ ഷാജീങ്കറിനോ TV ചന്ദ്രനോ അരവിന്ദനോ ഒന്നുമില്ലാതെ വരിക, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വലിയ കമേഴ്ഷ്യൽ ചിത്രങ്ങളിലെ ഡയലോഗുകളിട്ട് ഒരു പ്രസൻറ്റേഷൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നടത്തുക. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു കച്ചവട സിനിമയുടെ ഒരു ആഘോഷമാണോ ഇതെന്താണ് ചലച്ചിത്രമേളയുടെ ഇടം? ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത്ര ലഘൂകരിച്ച് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് ഒരു കാരണവശാലും ഇതെന്താണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ്. തിരിച്ചു വരാം താങ്കളിലേക്ക്. സജു, താങ്കൾ എങ്ങനെ കാണുന്നു? എല്ലാവരും വളരെ കാത്തിരുന്ന് കിട്ടുന്ന അവസരമാണ് ചലച്ചിത്രമേള. അത്തരം ചലച്ചിത്രമേളകളിൽ മലയാളത്തിൻ്റെ ഇത്തരം ചരിത്രത്തിൽ ഇടം നേടിയ സിനിമകൾ അവഗണിക്കപ്പെടുന്നു. ചരിത്രത്തിൽ നിന്ന് തന്നെ എടുത്തുമാറ്റാനുള്ള ശ്രമം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നു അധികൃതരുടെ ഭാഗത്ത് നിന്ന്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സർക്കാരിൻ്റെ ചെലവിലുള്ള ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണ് ചലച്ചിത്രോത്സവം. അതൊരു പ്രാദേശിക പരിപാടിയല്ല. ഇന്നലെ വന്ന കണക്കുകൾ തന്നെ ഏതാണ്ട് 45% ആളുകൾ വരുന്നത് മലബാറിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആളുകളുടെ താല്പര്യം എന്താണെന്ന്. ഇതൊന്നും കണക്കാക്കാതെയാണ് ചലച്ചിത്ര മേളയുടെ സംഘാടകർ ഇതിനെ കൈകാര്യം ചെയ്തത്. അതേസമയം മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെ, കുഞ്ചാക്കോ ബോബൻ്റെ വരെ ചരിത്രമാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം അല്ലെങ്കിൽ കേരള സിനിമയുടെ ചരിത്രം എന്ന് ചുരുക്കി വായിക്കാൻ മാത്രമുള്ള ബോധമേ ഇതിൻ്റെ സംഘാടകർക്കുള്ളൂ. അല്ലെങ്കിൽ പ്രിയദർശൻ സാറും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും മാത്രമുള്ള ഒരു ഇടമാണ് മലയാള ചലച്ചിത്ര മേഖല എന്നും കണക്കാക്കുന്നതിൻ്റെ ഒരു പോരായികയാണ്. ഇത് ബോധപൂർവം തന്നെ ചെയ്തതാണ്. തിരിച്ചു വരാം താങ്കളിലേക്ക്. രൂപേഷ് കുമാർ, മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ വർണ്ണവിവേചനം കൃത്യമായി ഉണ്ട് എന്ന് തന്നെയാണ് പലപ്പോഴും താങ്കളടക്കമുള്ള ആക്ടിവിസ്റ്റുകൾ പറയാറുള്ളത്. അത് കൃത്യമായി പ്രതിഫലിച്ചിരിക്കുന്നു. വിഗതകുമാരൻ, JC ഡാനിയൽ എന്ന് പറയുന്ന സംവിധായകൻ ഒരു ചിത്രമെടുത്തപ്പോൾ അത് അന്ന് തന്നെ വലിയ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ആ ചിത്രമെടുത്തത്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം. പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഇടം പിടിക്കേണ്ടിയിരുന്ന ആ സിനിമയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചരിത്രം പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികളോടും ആ പോരാട്ടത്തോടും കാണിക്കുന്ന വലിയൊരു അവഗണന തന്നെയല്ലേ അത്? തീർച്ചയായിട്ടും ഇതിനെ വേറൊരു തരത്തിൽ നോക്കിക്കാണാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോ വിഗതകുമാരൻ മുതലുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിനെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അതിനപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാമ്പത്തികമായും അതുപോലെ തന്നെ അതിന്റെ സാംസ്കാരിക രാഷ്ട്രീയവും മലയാള സിനിമ സംവിധാനം ചെയ്തതും അതിനകത്ത് മുക്കാൽ പങ്കും പേരും കേരളത്തിലെ എന്താ പറയാ സവർണത മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് മലയാള സിനിമ അതിന്റെ ചരിത്രത്തില് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാള സിനിമയുടെ ചരിത്രം സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഇതിന്റെ ഒരു ഹൈന്ദവതയുടെ ഒരു പീക്കിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ 2000-ലൊക്കെയാണ്. അതിന് മുന്നേയും മലയാള സിനിമ വളരെ വ്യക്തമായിട്ട് കീഴാള സംസ്കാരങ്ങളെ തകർത്തുകൊണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒക്കെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ ഇത് 2000 ആകുമ്പോഴത്തേക്ക് രഞ്ജിത്തിനെ പോലുള്ള സിനിമാക്കാരുടെ സിനിമകളിലൂടെ വളരെ വിസിബിൾ ആയിട്ട് മലയാള സിനിമയിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ 2000-ന് ശേഷം അല്ലെങ്കിൽ 2000-ന് മുമ്പ് ശേഷമുള്ള മലയാള സിനിമയിൽ ആൾട്ടർനേറ്റീവായിട്ട് ചിന്തിക്കുന്ന പല ആൾക്കാരും, നിരൂപകര്, അതുപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലുകളിലെ ചർച്ചകള്, ഫിലിം ഫെസ്റ്റിവലിലുള്ള മറ്റുള്ള അന്വേഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതിനെയൊക്കെ തകർത്തുകൊണ്ടാണ് ഇന്നലെ നടന്നിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയിൽ വളരെ വ്യക്തമായിട്ട് സവർണതയുടെ ബിംബങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ്. വളരെ ഹൈന്ദവികമായിട്ടുള്ള എന്താ പറയുക ഒരു പ്രസന്റേഷനാണ് ഇന്നലെ
പിന്നെ എന്താ പറയാ മലയാള സിനിമയുടെ ചരിത്രം എന്ന തരത്തിൽ കാണിച്ചിട്ടുള്ള വീഡിയോയിലും അതുപോലെ എന്താ പറയാ അവിടെ ഒരു ഡാൻസ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിലും നടന്നത്. മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറഞ്ഞ വീഡിയോയിൽ കാണിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടിയുടെ കിങ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഡയലോഗ്, ഇന്ത്യ എന്താണെന്ന് അറിയണം എന്ന് പറയുന്ന ഡയലോഗ്, അതുപോലെ തന്നെ മോഹൻലാലിന്റെ നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന വളരെ പുരുഷാധിപത്യപരമായിട്ടുള്ള വർണ്ണ വെറിയ നിൽക്കുന്ന ജാതീയത മുന്നോട്ട് വെക്കുന്ന പിന്നെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ റോസി എന്ന് പറയുന്ന മലയാള സിനിമയിലെ ആദ്യത്തെ നടി അനുഭവിച്ചിട്ടുള്ള കീഴാളമായിട്ടുള്ള അവരുടെ ഒരു ചരിത്രത്തിനെ തഴഞ്ഞുകൊണ്ട് ഉള്ള വ്യക്തമാണ്. ഡോക്ടർ ബിജു, ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പ്രസിദ്ധീകരണങ്ങളിൽ മാത്രമല്ല ചലച്ചിത്ര മേളയുടെ ഭാഗമായി കാണിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കാഴ്ചകളിലും ഇത്തരത്തിലുള്ള ചരിത്രം അവഗണിക്കപ്പെടുന്നു. പകരം കടന്നുകൂടുന്നത് ഇത്തരത്തിൽ ആഡംബര സിനിമകളെന്ന് നാം വിളിപ്പേരിട്ടിരിക്കുന്ന സിനിമകളും അവരുടെ അതിൻ്റെ ക്ലിപ്പിംഗ്സും ഒക്കെയാണ്. അത് വേണ്ട എന്നല്ല, പക്ഷേ പഴയ കാലത്ത് നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സിനിമകളെയും അണിയറ പ്രവർത്തകരെയും മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ വരുമ്പോഴല്ലേ നിങ്ങളെപ്പോലുള്ളവർ ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം ഈ ചലച്ചിത്രമേള എന്താണ്, ചലച്ചിത്രമേളകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് അറിയാത്ത ആളുകൾ തലപ്പത്തും ഇതിൻ്റെ സംഘാടക സമിതികളിലും വന്നാൽ ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം. വെറും കച്ചവട സിനിമ എന്നാൽ കോടികളുടെ ബിസിനസ് മാത്രമാണ്. ലാഭം കൊയ്യാനുള്ള, പണമിറക്കി പണം മേടിക്കാനുള്ള ഏതെങ്കിലും ഒരു വ്യവസായത്തിന് തുല്യമാണ് സിനിമ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുടെ കയ്യിലാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സിനിമയുടെ ചരിത്രം അറിയില്ല, സിനിമയുടെ സംസ്കാരം അറിയില്ല, പ്രതിരോധത്തിൻ്റെ ചരിത്രം അറിയില്ല, ഇത്തരം സിനിമകളൊന്നും അവർക്കറിയില്ല, ഇത്തരം ഫിലിം മേക്കേഴ്സിനും അറിയില്ല. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യക്ക് പുറത്തു പോയാൽ ഇവരുടെ ഒന്നും പേരുകളല്ല ഇന്ത്യൻ സിനിമ എന്നാലോ മലയാള സിനിമ എന്നാലോ അറിയുക. അവിടെ അറിയുന്നതും മറ്റ് ചില ഫിലിം മേക്കേഴ്സിൻ്റെ പേരുകളാണ്. ആ ഫിലിം മേക്കേഴ്സിനെ മറന്നുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് അവരുടെ സവർണ ഫാസിസം വമിക്കുന്ന സിനിമകളാണ് മലയാള സിനിമയുടെ അടയാളപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ ചരിത്രം അറിയുന്നവർ പുച്ഛിച്ചു തള്ളും. ഇത്തരം നിലപാടുകൾ ഇവർ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് അത്രയ്ക്കുള്ള ചരിത്ര ബോധമേ ഉള്ളൂ, അത്രയ്ക്കുള്ള സാംസ്കാരിക ബോധമേ ഉള്ളൂ, അത്രയ്ക്കുള്ള സിനിമാ ബോധമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത്. അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സംസ്കാരവും അവരുടെ ചരിത്രവും അവരുടെ അവഗാഹവും വിവരവും ഒക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അപകടകരമായി വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായമേറിയ ചലച്ചിത്രമേളകളിലൊന്ന്, ഗോവ കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ ചലച്ചിത്രമേളയാണ് കേരള ചലച്ചിത്രമേള. ആ ചലച്ചിത്രമേളയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മൊത്തത്തിൽ അട്ടിമറിക്കുക, നല്ല സിനിമയുടെ ഒരേ ഒരു ഇടം, സത്യത്തിൽ ഇന്ന് കേരളത്തിൽ സർക്കാരിന് പോലും നല്ല സിനിമയെ വേണ്ട, അവിടെ ആകെ വല്ലപ്പോഴും നല്ല സിനിമയെപ്പറ്റി ചർച്ചകൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചലച്ചിത്രമേള നടക്കുമ്പോഴാണ്. അവിടെ പോലും നല്ല ചലച്ചിത്രമേളകളിൽ നല്ല സിനിമകളെ പടിക്ക് പുറത്താക്കുകയും ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകൾ മാത്രം മതിയെന്ന് പറയുകയും ചെയ്താൽ ചലച്ചിത്ര മേളകളുടെ പ്രസക്തി കേരളത്തിലെങ്കിലും അത് അസ്തമിച്ചു പോകും. വ്യക്തമാണ്. സജു, ഇപ്പോൾ ഡോക്ടർ ബിജു സൂചിപ്പിച്ചതുപോലെ നല്ല സിനിമകളുടെ ചർച്ചകൾ, ഇത്തരം അവസരങ്ങൾ കിട്ടുന്ന ലഘുവായ ഇടങ്ങളാണ് ഇത്തരത്തിലുള്ള സിനിമ മേളകൾ. ആ മേളകളിൽ പോലും നമ്മൾ ആദരിക്കുന്ന സിനിമകളെ അവഗണിക്കുകയും ഇത്തരത്തിൽ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവട സിനിമകൾ കടന്നു വരികയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള പോലെയുള്ള വലിയ വേദിയിൽ പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ കടന്നു വരുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ലേ? ഇത്തരത്തിൽ പ്രതിഷേധങ്ങളില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ചലച്ചിത്രമേളകളല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും കാത്തിരുന്നതും? തീർച്ചയായും ഇതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് കടന്നു വരുന്ന തെറ്റുകളല്ല, ഇത് ബോധപൂർവമുള്ള ഇടപെടലുകളാണ് എന്ന് തന്നെയാണ്. ഒന്ന്, മലയാള ചലച്ചിത്രത്തിൻ്റെ ആദ്യത്തെ വിഗതകുമാരനും ബാലനും ന്യൂസ് പേപ്പർ ബോയും അതുപോലെ അതിൻ്റെ സംവിധായകരും നിർമ്മാല്യവും MTയും ഒക്കെ ഉപേക്ഷിക്കപ്പെടുകയും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ, അതിനുശേഷം വന്ന ജനകീയ സിനിമകളിൽ കൂടെ തന്നെ പത്മരാജനെ പോലുള്ള ആളുകൾ, ഭരതനെ പോലുള്ള ആളുകൾ ഒക്കെ ഒന്നും അല്ലാതാവുകയും ഇവിടെ ഇന്നലെ വന്നു ചേർന്ന, ശരിക്കും പറഞ്ഞാൽ മോഷണ സിനിമകളുടെ തന്നെ ആളായിട്ടാണ് പലപ്പോഴും പ്രിയദർശൻ അടക്കം അറിയപ്പെടുന്നത്. അദ്ദേഹവും പിന്നെ മഞ്ജു വാര്യരും ഒക്കെയാണ് സിനിമ എന്ന് ചെറുതാക്കി കാണുന്നത് മാത്രമല്ല, ഇത് വളരെ കൃത്യമായ ഇടപെടലാണ്. ഇത് മതി സിനിമ എന്നും കച്ചവടമാണ് താല്പര്യമെന്നും കഴിഞ്ഞ കൊല്ലമേ ഈ ചലച്ചിത്രോത്സവം വ്യക്തമാക്കിയതാണ്. കൊമേഴ്സ്യൽ, അതായത് വാണിജ്യ സിനിമകളെ വിൽക്കാൻ വേണ്ടി ഒരു സെഷൻ തന്നെ ഈ സിനിമ
ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് മതി, അല്ലെങ്കിൽ ഈ ജനങ്ങൾ വേണ്ട, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇത്തവണ അങ്ങനെ ഒരു ചർച്ച തുടക്കം മുതലേ വന്നു. പ്രേക്ഷകർ എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മതിയെന്നും, പക്ഷേ കേരളത്തിലെ ചലച്ചിത്രോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുജനങ്ങളെ വളരെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം സിനിമാ പ്രേമികളെ, സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വലിയ കൂട്ടായ്മ, അവിടെ രൂപപ്പെടുന്ന ചർച്ചകൾ, സിനിമ കൊണ്ടുവരുന്ന പുതിയ ചർച്ചകൾക്കനുസരിച്ചുള്ള സാംസ്കാരിക രൂപങ്ങൾ, ഘടനകൾ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും പരിഗണിക്കാതെയാണ് അക്കാദമി ഈ വർഷം എന്നല്ല, ഈ കഴിഞ്ഞ വർഷവും അതേ രീതിക്ക് തന്നെയാണ് ചെയ്തത്. ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇപ്പം ഹിന്ദു മെജോറിറ്റിയെ പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് പരിപാടി നടത്തിയത്. അവിടെ ഇന്നലെ കാട്ടിക്കൂട്ടിയ ഒരു പരിപാടി, അതങ്ങനെ തന്നെ പറയണം, ദശാവതാരങ്ങളുടെ ഒരു കോമ്പോസിഷൻ കാണിച്ചു. അത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടാണ്. ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി കൃത്യമായി വരേണ്യ ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചിത്രീകരിക്കുകയും അതിൻ്റെ അവസാനം ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് ദശാവതാരത്തിൻ്റെ തുടർച്ചയാണ് എന്നും ഇന്ത്യൻ സംസ്കാരമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഹൈന്ദവീയതയിൽ ഊന്നി നിൽക്കുന്നതാണ് എന്നും സ്ഥാപിക്കാൻ ഞാൻ തിരിച്ചു വരാം. രൂപേഷ് കുമാർ, വിഗതകുമാരന്റെ ചരിത്രം അതൊക്കെ നമ്മൾക്ക് അറിയുന്നതാണ്. അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ അനാചാരത്തിനെതിരെ ശക്തമായി വെല്ലുവിളി ഉയർത്തിയ ഒരു ചലച്ചിത്രമായിരുന്നു വിഗതകുമാരൻ. റോസി എന്ന കീഴാള സ്ത്രീയെ കാണുമ്പോൾ തിയേറ്ററിനകത്ത് സദസ് കോപം കൊണ്ട് വിറച്ച കഥകളൊക്കെ നാം കേട്ടിട്ടുണ്ട്. ആ സിനിമയോട് അന്ന് തുടരുന്ന അതേ നിലപാട് തന്നെ, ആ മുഖം തിരിക്കൽ തന്നെ ഇന്നും സമൂഹം മുഖം തിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ ചരിത്രത്തിൽ നിന്ന് പോലും ആ സിനിമയെ ഒഴിവാക്കാനുള്ള ഇന്നത്തെ ഈ തത്രപ്പാട് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? അത് തീർച്ചയായിട്ടും അതേന്നല്ലോ. ഒരുപക്ഷെ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ റോസി എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീക്ക് ഇടം കൊടുത്തിട്ടുള്ള സിനിമയാണ്. പിന്നെ റോസി എന്ന് പറയുന്ന സ്ത്രീ ആദ്യമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ദളിത് സ്ത്രീ വേണ്ടി വന്നിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ദളിത് സ്ത്രീ അഭിനയിച്ച മലയാള സിനിമയുടെ നായിക സ്ഥാനത്ത് ഇന്ന് വാണുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരും, അതുപോലെ തന്നെ വാണുകൊണ്ടിരുന്നത് സംയുക്ത വർമ്മ, അതുപോലെ തന്നെ ഉന്നത ജാതിയിൽ പെട്ടിട്ടുള്ള സ്ത്രീകളാണ് ഇന്ന് നായികമാരായിട്ട് വരുന്നതും. അതുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ ഒരു ഫംഗ്ഷനിൽ വന്നിട്ട് എന്താ പറയുക, ഈ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംസ്കരണങ്ങൾ പിന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഫിലിം ഫെസ്റ്റിവലിൽ വളരെ വ്യക്തമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഹൈന്ദവികതയെ കുറിച്ച് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോൾ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ ചെയ്തു കൂട്ടുന്ന വളരെ ഫാസിസ്റ്റ് മനോഭാവത്തിൽ ഉണ്ടാക്കുന്ന പ്രസന്റേഷൻസ് ആണ് ഇന്നലെ അവിടെ കണ്ടത്. ആ പ്രസന്റേഷൻസ് വളരെ വ്യക്തമായിട്ട് സവർണതയുടെ കൾച്ചറൽ പൊളിറ്റിക്സ്, പിന്നെ എന്താ പറയുക, ജനാധിപത്യപരമായിട്ട് നടത്തുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിൽ അതിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാതെ വളരെ ഫാസിസ്റ്റ് രീതിയിൽ നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഹൈന്ദവകതയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അത് ദേശീയതയാണെന്ന് പറയുകയും അത് ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ കുറച്ച് ആൾക്കാർ ചേർന്ന് തീരുമാനമെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ വിക്ഷേപണമാണ്. അതൊരിക്കലും ജനാധിപത്യപരമല്ല. അത് വളരെ ഫ്യൂഡലും അതുപോലെ തന്നെ അത് വളരെ ഫാസിസ്റ്റ് പിന്നെ ഇടപെടലും അതുപോലെ തന്നെ ജനാധിപത്യത്തിനെ തിരസ്കരിക്കുകയും കേരളത്തിൽ പോലും ഉണ്ടാകുന്ന വളരെ വിവിധങ്ങളായിട്ടുള്ള ആശയഗതികളെയും പിന്നെ ഐഡന്റിറ്റീസിനെ തമസ്കരിച്ചുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ പിന്നെ ഇന്നലെ അതിന്റെ ഉദ്ഘാടന പരിപാടി എന്നുള്ള രീതിയിൽ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയും അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ സംസ്കാരം അവർ കാണിച്ചു കൊടുത്തത് എന്നുള്ളതാണ്. അത് വളരെ ശക്തമായിട്ട് വിമർശിക്കപ്പെടേണ്ടതാണ്. വളരെ ശക്തമായിട്ട് ആ ഒരു ആശയഗതി തന്നെ എന്താ പറയുക, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ളവരും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റീസിനെ അംഗീകരിക്കുന്നവരും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ബിജു, വിഗതകുമാരനോട് കാണിക്കുന്ന ഈ അവഗണന ഇന്നലെ തുടങ്ങിയതല്ല. വളരെ മുൻപ് തന്നെ അന്ന് സാംസ്കാരിക മന്ത്രിയായിരുന്ന കെ കരുണാകരനടക്കം മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് വിഗതകുമാരനെ മനഃപൂർവ്വം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഏറെ വിവാദമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോഴും ചരിത്രം അതേപടി ആവർത്തിക്കുന്നു എന്ന് തന്നെ വേണ്ടേ പറയാൻ? അല്ല, അതെങ്ങനെയാണ് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ അത് ഉദ്ഘാടന ചടങ്ങിൽ വെച്ചിട്ട് തന്നെ മുഖ്യമന്ത്രി കൃത്യമായി 85 വർഷമെന്ന് പറയുകയും സാംസ്കാരിക മന്ത്രി വീണ്ടും തിരിച്ച് 75 വർഷമെന്ന് പറയുകയും ഇന്ന് ഇറങ്ങിയ ഫെസ്റ്റിവൽ ബുള്ളറ്റിനിൽ 75 വർഷത്തെ മലയാള സിനിമ എന്ന ലോഗോ ഉൾപ്പെടെയുള്ള
പ്രസിദ്ധീകരണം നടത്തുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൃത്യമായി ഇത്രയേറെ സ്ഥലങ്ങളിൽ ഒരുമിച്ച് ക്ലറിക്കൽ മിസ്റ്റേക്ക് വരിക? അത് തീർച്ചയായിട്ടും അപക്വമായ ഒരു കാര്യമല്ലേ? അത് അങ്ങനെ ക്ലറിക്കൽ മിസ്റ്റേക്ക് വരാൻ പാടുള്ള ഒരു ഇടമാണോ ചലച്ചിത്രമേള? 10 വർഷം മുമ്പ് നമ്മൾ 75 വർഷം ആഘോഷിച്ചു കഴിഞ്ഞതാണ്. കേരളത്തിൽ തന്നെ പല സിനിമാ സംഘടനകളും നാട്ട പോലെയുള്ള സംഘടനകളൊക്കെ അത് ആഘോഷിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും 10 വർഷത്തിന് ശേഷം 75 വർഷത്തെ എന്ന് പറയുമ്പോൾ 10 വർഷം മലയാള സിനിമയെ പിന്നോട്ടടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഏത് ജാതീയമായ വേർതിരിവുകളാണ് ഇവിടെ വരുന്നതെന്നുള്ളത് കൃത്യമായി തന്നെ അത് ബോധപൂർവമുള്ള കാര്യമാണ്. അത് യാതൊരു വിധത്തിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്കുമല്ല, അതിന് യാതൊരു സംശയവുമില്ല. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. സജു, നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഇത്തരത്തിലുള്ള വേർതിരിവ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. പാപ്പിലിയോ ബുദ്ധ അടക്കമുള്ള സിനിമകൾ നേരിട്ട ഒരുപാട് പ്രതിസന്ധികൾ. അന്നും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഷേധമുണ്ടായിരുന്നു. അതേ ആവർത്തനം തന്നെ ഇത്തവണ കൂടുതൽ പാപ്പിലിയോ ബുദ്ധ എന്ന ചിത്രത്തോട് കാണിച്ചിരിക്കുന്നു. ആ ഒരു പ്രതിഷേധം ഇത്തവണയും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും. ലൈറ്റ് എന്ന പേരുള്ള ഒരു സിനിമ ദളിത് പക്ഷത്ത് നിന്ന് ഈ വർഷം മേളയിലേക്ക് അയച്ചിരുന്നു. കാരണങ്ങൾ കാണിക്കാതെ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൂടാതെ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച പറയുമ്പോൾ പിന്നെ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് ഇത് നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ ബോധമുണ്ട്. അതറിയാത്തവരായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം സെല്ലുലോയിഡ് വരുമ്പോൾ സെല്ലുലോയിഡ് എന്ന സിനിമയിൽ കമൽ ഇത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതോടുകൂടിയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ മാറ്റി നിർത്താം. ആ സിനിമയെ മാറ്റി നിർത്തിയാൽ തൊട്ടടുത്ത സിനിമ ഏതാണ്? CV-യുടെ നോവലിനെ ആധാരമാക്കി മാർത്താണ്ഡവർമ്മ എന്ന പേരുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ആർക്കൈവിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയെങ്കിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ചരിത്രം തയ്യാറാക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ അല്ല എന്ന് ബോധപൂർവം വരുത്തി തീർക്കുകയും നാളത്തെ ചരിത്രത്തിൽ ഇതൊക്കെ മതി, ഞങ്ങൾ ചെയ്തതാണ് സിനിമ എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന കൃത്യമായ എന്താ പറയുക ബോധപൂർവമായ ശ്രമം തന്നെയാണ് ഇവരുടെ പരിമിതമായ ബുദ്ധിക്കകത്ത് നിന്ന് തുടങ്ങിയതാണ്. അപ്പം ഈ പരിപാടി സംവിധാനം ചെയ്ത ഒരാളെ പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഇന്നലെ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് പലരോടും ചോദിച്ചപ്പോൾ അറിയില്ല എന്നുള്ള ഉത്തരം കിട്ടി. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് M. രഞ്ജിത്ത് എന്ന പുതിയ നിർമ്മാതാവാണ്. അപ്പോൾ അത് നിർമ്മിച്ച ആളുടെ താല്പര്യം അയാളുടെ അവസാനം ഇറങ്ങിയ സിനിമയിൽ വ്യക്തമാണ്. അപ്പോൾ ആ താല്പര്യം തന്നെ അദ്ദേഹം ഇവിടെ ഗണേശോത്സവം സംഘാടക സമിതിയിലെ മുഖ്യ ആളാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് പിന്നെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം മൃദു ഹിന്ദുത്വത്തിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മൃദു ഹിന്ദുത്വത്തിലൂടെ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ 10 വോട്ട് കൂടുതൽ കിട്ടാനുള്ള സർക്കാരിൻ്റെ തന്നെ താല്പര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് അങ്ങനെ നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം. റൈറ്റ്. ഡോക്ടർ ബിജു, പലപ്പോഴും ഈ സംഘാടക സമിതിയിലൊക്കെ രാഷ്ട്രീയവൽക്കരണം വലിയ വിവാദമാകുമ്പോൾ പരസ്പരം രാഷ്ട്രീയ പകപോക്കലിന് പോലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള മേളകളെ ഉപയോഗിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും ആളുകൾ ചലച്ചിത്ര മേളകളിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിച്ചു നിർത്തി മേള ഒരു വൻ വിജയമാക്കി തീർക്കാൻ പലപ്പോഴും ഇത്തരത്തിൽ സംഘാടകർക്ക് കഴിയാറില്ല. ഇഷ്ടപ്പെട്ട സിനിമകൾ കണ്ട് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ വരെ ആളുകൾക്ക് പങ്കെടുക്കേണ്ടി വരുന്നു. ഈ പ്രതിഷേധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല പ്രതിഷേധങ്ങളില്ലാത്ത ഒരു ചലച്ചിത്രമേള അത് തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു ചലച്ചിത്രമേള ഇത്തവണ ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇത്തവണയും ഉണ്ടായി. ആ വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വിവാദങ്ങളില്ലാത്തൊരു ചലച്ചിത്രമേള അതായിരുന്നില്ലേ ഇത്തവണയും ഉണ്ടാകേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും ചലച്ചിത്രമേള എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ വരുമ്പോഴാണ് അതിനകത്ത് രാഷ്ട്രീയം വരുമ്പോഴും സിനിമയ്ക്കപ്പുറത്തുള്ള കാര്യങ്ങൾ വരുമ്പോഴുമാണ് അത് ഫെസ്റ്റിവൽ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം ഏകദേശം ഇന്ത്യക്കകത്തും പുറത്തുമായി കുറഞ്ഞൊരു 10 ചലച്ചിത്രമേളയിലെങ്കിലും പങ്കെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ചലച്ചിത്രമേള പോലെ ഇത്ര അൺപ്രൊഫഷണലായി നടത്തുന്ന ഒരു ചലച്ചിത്രമേള ലോകത്തൊരിടത്തും ഉണ്ടാവില്ല. വളരെ അൺപ്രൊഫഷണലായി ഇത് സിനിമയ്ക്ക് അപ്പുറത്ത് ബാഹ്യമായ പല കാര്യങ്ങൾ, രാഷ്ട്രീയം, ജാതീയമായ കാര്യങ്ങൾ, നടീനടന്മാർക്കുള്ള അമിത പ്രാധാന്യം, ഗ്ലാമറൈസേഷൻ, നല്ല സിനിമകളെ അവഗണിക്കൽ, ഇതൊക്കെ തനത് സിനിമകൾ, നമ്മുടെ തദ്ദേശീയമായ സിനിമകൾ, മലയാള സിനിമകളെ അവഗണിക്കൽ. ഇപ്പോൾ പോലും ന്യൂ മലയാളം സിനിമ എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മലയാള സിനിമ ഇവിടെ കാണിക്കുന്നത് പുറമ്പോക്കിലാണ്. പ്രധാന വെന്യൂവായ കൈരളി ശ്രീയിലല്ല അത് കാണിക്കുന്നത്, അത് മറ്റേതൊക്കെയോ തിയേറ്ററിൽ കാണിക്കുന്നു.
ഇവിടെ നമ്മുടെ സിനിമകൾ വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി, നല്ല സിനിമകൾ, നല്ല മലയാള സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ചലച്ചിത്രമേളയ്ക്ക് ഉണ്ടാവണം. ലോകത്തെല്ലാ ചലച്ചിത്രമേളകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. തദ്ദേശീയമായ സിനിമകൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ മേളകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശലക്ഷ്യമാണ് എല്ലാ ചലച്ചിത്രമേളകളുടെയും പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അകന്ന് കച്ചവട താല്പര്യങ്ങളിലേക്കും രാഷ്ട്രീയമായിട്ടും ജാതീയമായിട്ടുമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ചലച്ചിത്രമേള എപ്പോഴും വിവാദങ്ങളുടെ പിന്നാലെ പോകുന്നത്. രൂപേഷ് കുമാർ, ഇത്തരത്തിൽ തദ്ദേശീയമായ സിനിമകളുടെ വളർച്ചയും ചലച്ചിത്രമേളയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. പലപ്പോഴും കേരളത്തിൽ സംഭവിക്കുന്നത് ലോക സിനിമകൾ വരികയും തദ്ദേശീയ സിനിമകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ എന്തിനാണോ നമ്മൾ ചലച്ചിത്രമേള നടത്തുന്നത്, ആ ലക്ഷ്യം പോലും പലപ്പോഴും നേടാതിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഈ പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ചലച്ചിത്രമേളയിൽ ഉണ്ടായിട്ടുള്ള ഒരു 2 സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഷെറിയുടെ പിന്നെ സിനിമ പിന്നെ ചലച്ചിത്രമേളയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ജയൻ ചെറിയാന്റെ പാപ്പിലിയോ ബുദ്ധ എന്ന് പറയുന്ന സിനിമകൾ, ഈ സിനിമകൾക്കൊക്കെ രാഷ്ട്രീയപരമായിട്ട് പിന്നെ നമുക്ക് വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇവരൊക്കെ ഉണ്ടാക്കിയത് മലയാള സിനിമയിലെ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളാണ്. ഈ ശബ്ദങ്ങള് പിന്നെ ഈ സിനിമകൾ ഫിലിം ഫെസ്റ്റിവലുകളിൽ വരുമ്പം എന്തുകൊണ്ട് തഴയപ്പെടുന്നു എന്ന് പറയുന്നത് അത് ചെറിയ ഒരു കാരണമൊന്നുമല്ല. അത് വളരെ വ്യക്തമായിട്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതിന്റെ അധികാരത്തിലിരിക്കുന്നവരുടെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഷെറിയുടെയും അതുപോലെ തന്നെ ജയൻ ചെറിയാന്റെയും ഒക്കെ സിനിമകൾ ഇവിടെ തഴയപ്പെടുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൽ ഉണ്ടാകുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മെയിൻ സ്ട്രീം അല്ലാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസസിനെ ഈ ഫിലിം ഫെസ്റ്റിവലുകൾ ഉൾക്കൊള്ളാത്തതും ഇതുകൊണ്ടാണെന്നുള്ള. അതുപോലെ തന്നെ ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ വളരെ അൺപ്രൊഫഷണൽ ആയിട്ടാണ് നടത്തുന്നതിന്റെ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്ന് പിന്നെ നിള തിയേറ്ററിൽ എങ്ങാണ്ട് ഹീറോസ് ആൻഡ് സീറോസ് എന്ന് പറയുന്ന ഒരു സിനിമ കാണിച്ചപ്പോ അതിനകത്ത് കാണിച്ച DVD പ്രിവ്യൂ കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രീനിൽ എന്താ പറയാ കാണുന്ന ഒരു കോപ്പിയാണ്. നൈജീരിയയിൽ നിന്ന് വന്നിട്ടുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള ആൾക്കാർ നൈജീരിയയിലെ രാഷ്ട്രീയം അതുപോലെ തന്നെ ആ നൈജീരിയൻ സിനിമ എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് സിനിമ കയറിയപ്പോൾ സംഭവിക്കുന്നതാണെന്നല്ല. അതുപോലെ തന്നെ ഈ സിനിമ കാണിക്കുമ്പോൾ 3 പ്രാവശ്യമാണ് സ്ക്രീനിങ് നിർത്തിവെച്ചത്, അതിന്റെ DVD വർക്ക് ചെയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിനിമകൾ കാണിക്കുമ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മൾ ചോദിക്കുന്നത് നല്ല സിനിമകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അതുപോലെ അതിന് പകരം ഇവരുടെ ചില രാഷ്ട്രീയ വിക്ഷേപണങ്ങൾ. റൈറ്റ്, സമയപരിമിതി മൂലം ഇടപെടുകയാണ് രൂപേഷ്. വളരെയധികം നന്ദി ഡോക്ടർ ബിജു, അതുപോലെ സജു, ഒപ്പം രൂപേഷ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമല്ലാത്ത സീറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സൗദി അറേബ്യ അംഗത്വം നിരസിച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിലേക്ക് ജോർദാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 183-ൽ 178 വോട്ട് നേടിയാണ് ജോർദാൻ 2 വർഷത്തെ താൽക്കാലിക അംഗത്വം നേടിയത്. 1964-ലും 82-ലും രക്ഷാസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജോർദാന്റെ 3ാം ഊഴമാണ് 2014 ജനുവരിയിൽ ആരംഭിക്കുക. അക്ഷരമാലാക്രമത്തിൽ രക്ഷാസമിതി നേതൃത്വം വിവിധ രാജ്യങ്ങൾക്കിടയിൽ കറങ്ങുന്നതിനനുസരിച്ച് ജോർദാൻ തൊട്ടുടനെ രക്ഷാസമിതി നേതൃത്വവും ഏറ്റെടുക്കും. രക്ഷാസമിതി അതിന്റെ ബാധ്യത നിർവഹിക്കുന്നതിൽ തികഞ്ഞ പരാജയമാണെന്നും സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിരപരാധികൾ അറുകൊല ചെയ്യപ്പെടുമ്പോഴും അതിൽ ക്രിയാത്മകമായി ഇടപെടാൻ UN രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തിയാണ് സൗദി അറേബ്യ തങ്ങളുടെ അംഗത്വം നിരസിച്ചത്. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ തീരുമാനത്തിന് അന്താരാഷ്ട്ര തലത്തിലും വൻ പിന്തുണ ലഭിച്ചിരുന്നു. അസർപുള്ളിയിൽ, മീഡിയ 1, റിയാദ്. സൗദി അറേബ്യയിൽ വിദേശികളുടെ താമസരേഖയുടെ ഫീസ് 6000 റിയാലായി വർദ്ധിപ്പിച്ചുവെന്ന വാർത്ത തൊഴിൽ മന്ത്രാലയം നിഷേധിച്ചു. മന്ത്രാലയം ഇത്തരത്തിലുള്ള എന്തെങ്കിലും പഠനമോ നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും വിസ, ഇഖാമ എന്നിവയുടെ ഫീസ് നിലവിലുള്ളത് തുടരുമെന്നും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാൻ നിഷേധിച്ചു. എന്നാൽ പാസ്പോർട്ട്, വാഹന രജിസ്ട്രേഷൻ, വാഹന ഉടമസ്ഥത മാറ്റൽ, ഗാർഹിക ജോലിക്കാരുടെ ഇഖാമ പുതുക്കൽ എന്നിവയുടെ ഫീസിനത്തിൽ 50% വർധനവുണ്ടായതായി അൽ യൗം പത്രം റിപ്പോർട്ട് ചെയ്തു. ഇനങ്ങളുടെ ഫീസിന്റെ 50% രാജ്യം വഹിക്കുമെന്ന തീരുമാനം പുതിയ ഹിജ്റ വർഷം അവസാനിച്ചതോടെയാണ് ഫീസ് വർദ്ധിച്ചത്. കുവൈത്തിൽ സ്പോൺസർഷിപ്പ് സമ്പ്രദായം തുടരുന്നതിനാൽ രാജ്യത്ത് 12 ലക്ഷത്തോളം തൊഴിലാളികൾ പീഡനം അനുഭവിക്കുന്നതായി കുവൈറ്റ് ട്രേഡ് യൂണിയൻ നേതാവ് അബ്ദുൽ റഹീം അൽ ഖാനിം കുറ്റപ്പെടുത്തി. തൊഴിൽ വകുപ്പ് പോലും ഈ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ഈ നിലപാട് തൊഴിൽ ചൂഷകർക്ക് വളം വെച്ചു കൊടുക്കുന്നതായും ആരോപിച്ചു. കുവൈറ്റ് ട്രേഡ് യൂണിയൻ ഫെഡറേഷനിലെ വിദേശ തൊഴിലാളി വിഭാഗം അധ്യക്ഷൻ അബ്ദുൾ റഹ്മാൻ അൽഗാനിമാണ് തൊഴിൽ മന്ത്രാലയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്.
3 വർഷം മുൻപ് നിയമം പാസാക്കിയെങ്കിലും ഇതുവരെ സ്പോൺസർഷിപ്പ് ഇല്ലാതാക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തൊഴിൽ വകുപ്പ് പലപ്പോഴും തൊഴിലുടമയുടെ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 68% വരുന്ന വിദേശ തൊഴിലാളികളുടെ കാര്യങ്ങൾക്കായി പാർലമെന്റ് അംഗീകരിച്ച പൊതു തൊഴിൽ അതോറിറ്റി 2014 ഏപ്രിൽ മാസത്തോടെ നിലവിൽ വരുമെന്നാണ് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതോടെ ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സ്പോൺസർഷിപ്പ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മീഡിയ 1 കുവൈറ്റ്. ഈജിപ്തിൽ സൈനിക ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയതിന് തടവ് ശിക്ഷ ലഭിച്ച 14 വിദ്യാർത്ഥിനികൾക്ക് ജയിൽ മോചനം. ഇവരുടെ ശിക്ഷ അപ്പീൽ കോടതി റദ്ദാക്കി. തടവ് ശിക്ഷ വിധിക്കപ്പെട്ട വിദ്യാർത്ഥിനികളിൽ 8 പേർ പ്രായപൂർത്തിയാവാത്തവരായിരുന്നു. ശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് ലഭിച്ചാലുടൻ ഇവരുടെ മോചനം സാധ്യമാവുമെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. ബഷാറുൽ അസദ് സ്ഥാനമൊഴിയാതെ സിറിയൻ പ്രശ്നത്തിന് പരിഹാരം സാധ്യമല്ലെന്ന് ബ്രിട്ടൻ. കുവൈത്ത് സന്ദർശനത്തിനിടെ വിദേശകാര്യമന്ത്രി അൽ സ്വബാഹ് അൽ ഖാലിദ് അസ്വാബാഹിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹേഗ് ബ്രിട്ടന്റെ നയം വ്യക്തമാക്കിയത്. അടുത്ത മാസം 22-ന് നടക്കുന്ന ജനീവ സംഭാഷണത്തിൽ ഇടക്കാല സർക്കാരിന് തീരുമാനമുണ്ടായാലും ബഷാർ തന്നെ രാഷ്ട്രസാരഥിയായി തുടരുമെന്ന് കഴിഞ്ഞ ദിവസം സിറിയൻ വാർത്താവിതരണ മന്ത്രി ഇമ്രാൻ അൽ സുഹബി വ്യക്തമാക്കിയിരുന്നു. ഇതിനുള്ള പ്രതികരണമായാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞത്. സ്വന്തം ജനങ്ങളുടെ രക്തം ഇത്രയേറെ ഒഴുക്കുകയും രാജ്യത്തിനാകമാനം നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടും അതിന് നേതൃത്വം നൽകിയ ആൾ തന്നെ ഭരണാധികാരിയായി തുടരുന്നതിനെ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ബഷാറുൽ അസദ് നേതൃസ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള ഒരു പരിഹാരവും ബ്രിട്ടന് സ്വീകാര്യമല്ലെന്ന് ഹേഗ് തുറന്നടിച്ചു. സിറിയൻ ജനതയുടെ പ്രതിനിധികളായി ബഷാർ സർക്കാരിന് പകരം സിറിയൻ ദേശീയ സഖ്യത്തെയാണ് അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞ ഹേഗ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മർദ്ദക ഭരണകൂടത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു. നേരത്തെ ഷൈഖ് സബാഹ് അൽ ഖാലിദ് അസ്വബാഹുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ചയായി. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും മേഖലയിലെ മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അൽ ഖാനിമുമായും ഹേഗ് കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിലെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ എഡ്വേർഡ് ഓക്സിഡനും ഹേഗിനൊപ്പമുണ്ട്. അതിനിടെ സിറിയൻ ദേശീയ സഖ്യ മേധാവി അഹമ്മദ് ജർബ പ്രഥമ കുവൈത്ത് സന്ദർശനത്തിനായി ശനിയാഴ്ച ഇവിടെയെത്തും. മീഡിയ 1 കുവൈത്ത്. 34ാമത് GCC ഉച്ചകോടിക്ക് മുന്നോടിയായി യൂറോപ്യൻ യൂണിയൻ ഗൾഫ് സഹകരണ കൗൺസിൽ സംയുക്ത യോഗം നാളെ കുവൈത്തിൽ ചേരും. 6 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന GCCയും 27-അംഗ യൂറോപ്യൻ യൂണിയനും ചേർന്നുള്ള രണ്ടാമത്തെ യോഗമാണിത്. GCC യൂറോപ്യൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും യോഗം ആരായും. യൂറോപ്യൻ യൂണിയനെ പ്രതിനിധാനം ചെയ്ത് യൂറോപ്യൻ എക്സ്റ്റേണൽ ആക്ഷൻ സർവീസ് മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഹ്യൂസ് മിൽഗാരലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യോഗത്തിൽ സംബന്ധിക്കുക. അറബ് മേഖലയിലെ സുരക്ഷാ ഉച്ചകോടിയായ മനാമ ഡയലോഗിൽ പങ്കെടുക്കാനായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ചക് ഹെഗൽ ബഹ്റൈനിലെത്തി. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസുമായി ചേർന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയാണ് മനാമ ഡയലോഗ്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അടക്കം നിരവധി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് അടക്കം 50ഓളം വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ വിയോഗത്തിൽ കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സുബാഹ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. നീതിയുടെയും സമത്വത്തിന്റെയും തത്വങ്ങൾ ലോകത്തെ പഠിപ്പിച്ച മഹാനായ നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് പ്രസിഡന്റ് ജേക്കബ് സുമയ്ക്ക് അയച്ച അനുശോചന സന്ദേശത്തിൽ അമീർ അനുസ്മരിച്ചു. ദക്ഷിണാഫ്രിക്കൻ ജനതയോടൊപ്പം ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഓർമ്മിക്കുമെന്നും അമീർ കൂട്ടിച്ചേർത്തു. കിരീടാവകാശി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സുബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അഹമ്മദ് അൽ സുബാഹ് എന്നിവരും മണ്ടേലയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. കുവൈത്തിൽ വാണിജ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഭക്ഷണശാലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഹവല്ലയിൽ മാത്രം 14 ഹോട്ടലുകളിൽ വാണിജ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ, ഉൽപ്പാദകർ ആരെന്ന് വ്യക്തമല്ലാത്ത മാംസം, കേടായ പച്ചക്കറികൾ തുടങ്ങിയവ കണ്ടെത്തി. 7ഓളം സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. UAEയിലെ ഏറ്റവും മികച്ചതും ബ്രിക്സ് രാജ്യങ്ങളിൽ 76ാം സ്ഥാനത്ത് നിൽക്കുന്ന മികച്ച സർവകലാശാല എന്ന ബഹുമതി ഇനി UAE യൂണിവേഴ്സിറ്റിക്ക്. ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ ഈ വർഷത്തെ റാങ്കിങ്ങിലാണ് UAE യൂണിവേഴ്സിറ്റിയുടെ നിലവാരം ഏറെ മെച്ചപ്പെട്ടതായി വിലയിരുത്തിയത്. 2013-14 അധ്യയന വർഷത്തെ ബ്രിക്സ് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളുടെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ തയ്യാറാക്കിയ ലിസ്റ്റിലാണ് യൂണിവേഴ്സിറ്റി ഇടം പിടിച്ചത്. 100-ൽ ഇടം പിടിച്ച രാജ്യത്ത് നിന്നുള്ള ആകെയുള്ള 2 സർവകലാശാലകളിൽ മറ്റൊന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയാണ്. 79ാം സ്ഥാനത്താണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഉംറ സീസണിൽ
കുറക്കുന്നതിന്റെ ഭാഗമായി മക്കയിൽ ചെയിൻ ബസ് സർവീസ് ആരംഭിക്കുമെന്ന് സൗദി ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ അൽ ഹജ്ജാർ അറിയിച്ചു. ഹറം പരിസരങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം ഗതാഗതക്കുരുക്കും പാർക്കിംഗ് സംവിധാനത്തിന്റെ കുറവും കാരണമാണ് ചെയിൻ സർവീസ് ഏർപ്പെടുത്തുന്നത്. ഉംറ തീർത്ഥാടകർക്കും ഹറം സന്ദർശകർക്കും ഗതാഗതത്തിന് ആവശ്യമായ വാഹനങ്ങൾ ഹജ്ജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുഗമമായ നീക്കത്തിന് സാധ്യമാകുന്ന രീതിയിൽ ട്രാൻസ്പോർട്ട് കമ്പനികൾ മികച്ച സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയത്തിനു കീഴിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉംറ തീർത്ഥാടകർക്ക് പുണ്യനഗരികളിൽ മികച്ച സേവനങ്ങളാണ് ഒരുക്കുന്നത്. ഹജ്ജ് അവസാനിച്ചതോടെ ഉംറ സീസണിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഉംറ സീസൺ ആഗസ്റ്റ് 10-നാണ് അവസാനിക്കുക. ഉംറ വിസകൾക്ക് ഹജ്ജ് മന്ത്രാലയമോ മറ്റ് ഔദ്യോഗിക വിഭാഗങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഈടാക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ഫീസ് വാങ്ങാതെയാണ് വിസ അനുവദിക്കുന്നത്. തീർത്ഥാടകർ നൽകുന്ന തുക തീർത്ഥാടന സേവന സ്ഥാപനങ്ങളും ഏജൻസികളും നൽകുന്ന സേവനത്തിനുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. മൂസക്കുട്ടി, മീഡിയ 1, ജിദ്ദ. ദുബൈയിൽ നടക്കുന്ന 10ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ രണ്ടാം ദിവസവും സന്ദർശകരുടെ തിരക്കനുഭവപ്പെട്ടു. 57 രാജ്യങ്ങളിൽ നിന്നായി 174 സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ ഭാഷകളിലെ സിനിമകൾ ഇന്നും പ്രദർശനത്തിനെത്തി. മലയാളത്തിൽ നിന്ന് പ്രദർശനത്തിനെത്തുന്ന ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത ജയറാം അഭിനയിച്ച സോപാനത്തിന്റെ പ്രദർശനം നാളെ നടക്കും. അക്കാദമി അവാർഡ് ജേതാക്കളായ കേറ്റ് വിൽസ്റ്റനും ജോഷ് ബ്രോലിനും അഭിനയിക്കുന്ന ജാൻസ്റ്റൺ റേറ്റ്മാൻ സംവിധാനം ചെയ്ത ലാബർ ഡേ സിനിയും നാളെ പ്രദർശിപ്പിക്കും. ഇവയ്ക്കു പുറമെ മുഹമ്മദ് ഖാന്റെ ഫാക്ടറി ഗേൾ തുടങ്ങി മറ്റ് സിനിമകളും നാളെ പ്രദർശനത്തിലുണ്ടാകും. ദേശീയ ദിനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന വളണ്ടിയർമാർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടി ഖത്തർ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നടത്തി. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു വളണ്ടിയർമാരിലധികവും. വ്യത്യസ്ത മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികളെയും സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ മീഡിയ ഫോറത്തിനെയും പരിപാടിയിൽ പുരസ്കാരം നൽകി ആദരിച്ചു. IMF-ന് വേണ്ടി ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് മേനോൻ അവാർഡ് ഏറ്റുവാങ്ങി. ഖത്തറിലെ പ്രമുഖ യുവജന സംഘടനയായ യൂത്ത് ഫോറം സംഘടിപ്പിച്ച ജോബ് ഗൈഡൻസ് ഫോറം നിരവധി തൊഴിലന്വേഷകർ ഉപയോഗപ്പെടുത്തി. ഖത്തറിലെ പ്രമുഖ കമ്പനികളിലെ വിദഗ്ധരായിരുന്നു വിദ്യാർത്ഥികൾക്കായുള്ള പരിശീലനം നടത്തിയത്. ഖത്തറിലെ യുവജന കൂട്ടായ്മയായ യൂത്ത് ഫോറത്തിന്റെ തൊഴിലന്വേഷക സംരംഭമാണ് കെയർ. ഖത്തറിലെത്തുന്ന തൊഴിലന്വേഷകർ കൂടുതലായി ആശ്രയിക്കുന്ന പ്രധാന ഓൺലൈൻ സേവനമാണിത്. കഴിഞ്ഞ ദിവസം FCCL കെയർ സംഘടിപ്പിച്ച ജോബ് ഗൈഡൻസ് ഫോറത്തിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഖത്തറിലെ തൊഴിൽ സാധ്യതകളെ പരിചയപ്പെടുത്തൽ, ബയോഡേറ്റ തയ്യാറാക്കൽ, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള പരിശീലനം എന്നിങ്ങനെ 3 വിഭാഗമായിട്ടായിരുന്നു പരിപാടി ഒരുക്കിയിരുന്നത്. ഖത്തറിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ ചാർലയുടെ CEO മൻസൂർ മൊയ്തീനാണ് തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള സെഗ്മെന്റ് കൈകാര്യം ചെയ്തത്. ഖത്തർ പെട്രോളിയം, ഇസ്ലാമിക് ബാങ്ക്, അസ്താദ്, ഉക്കോ തുടങ്ങിയ പ്രമുഖ കമ്പനികളിലെ പ്രതിനിധികൾ ഫോറത്തിൽ പങ്കെടുത്തവർക്ക് ബയോഡേറ്റ തയ്യാറാക്കുന്നതിന്റെയും ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്നതിന്റെ വിശദമായ വിവരങ്ങൾ കൈമാറി. യൂത്ത് ഫോറം പ്രസിഡന്റ് സാജിദ്, കെയറിന്റെ ഡയറക്ടർ സലീൽ ഇബ്രാഹിം, ഇവന്റ് കോർഡിനേറ്റർ മുഹമ്മദ് ജസീൻ തുടങ്ങിയവർ ഫോറത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. ഖത്തറിലെ ഇടുക്കി ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഐഡിയ ഖത്തർ സംഘടിപ്പിച്ച ഐഡിയ ഫെസ്റ്റ് ICC ഹാളിൽ നടന്നു. റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയരായ ആൻമേരിയും വിൽസ്രാജും നയിച്ച ഗാനമേളയും ബിനു അടിമാലിയുടെ കോമഡി ഷോയും ഉണ്ടായി. ഗൾഫ് മാധ്യമവും ബഹ്റൈൻ കേരളീയ സമാജം മലയാളം പാഠശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനാ മത്സരത്തിന്റെ ആദ്യഘട്ട മത്സരങ്ങൾ ബഹ്റൈനിലെ സമാജം ഹാളിൽ നടന്നു. ബഹ്റൈനിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 300ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 15 കുട്ടികൾ വീതമുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചാണ് വായനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഗൾഫ് മാധ്യമം ദിനപത്രം ദുബൈയിൽ സംഘടിപ്പിക്കുന്ന എന്റെ സ്വന്തം മലയാളം പരിപാടിയോടനുബന്ധിച്ചാണ് ബഹ്റൈനിൽ വായനാ മത്സരം സംഘടിപ്പിക്കുന്നത്. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ മതം മനുഷ്യനന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ 2014 ഫെബ്രുവരിയിൽ നടത്തുന്ന 3ാമത് ഇസ്ലാമിക് സെമിനാറിന്റെ ലോഗോ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് ആകർഷകമായ സമ്മാനം നൽകും. ഫെബ്രുവരി 25 മുതൽ 28 വരെ ഫർവാനിയയിലാണ് സെമിനാർ നടക്കുക. അമുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനവും ഇസ്ലാമിക് എക്സിബിഷനും പ്രധാന ആകർഷകമായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അജ്മാലിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ഒപ്പൻഷ്യ എന്ന പേരിലുള്ള മാഗസിൻ ഡിസംബർ 7-ന് പ്രകാശനം ചെയ്യും. പ്രമുഖ വ്യക്തിത്വങ്ങളായ അരുന്ധതി റോയ്, അനുപം ഖേർ, ജാവേദ് അക്തർ തുടങ്ങിയവരെക്കുറിച്ച് പ്രത്യേക ഫീച്ചർ അടങ്ങുന്ന മാഗസിനിൽ നിരവധി പ്രവാസികളുടെ അഭിമുഖങ്ങളും വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയത്. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ വിദ്യാഭ്യാസ നിലവാരത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ഇപ്പോഴത്തെ ഭരണസമിതിയുടെ സമീപനങ്ങൾ പരിതാപകരമാക്കുകയാണെന്ന് ഒരു വിഭാഗം രക്ഷിതാക്കൾ.
പാരന്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് സ്കൂളിന്റെ ഭരണസമിതിക്കെതിരെ ചില രക്ഷിതാക്കൾ വിമർശനമുന്നയിച്ചത്. ബഹ്റൈനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കമ്മ്യൂണിറ്റി വിദ്യാലയമായ ഇന്ത്യൻ സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പാരന്റ്സ് ഫോറം രംഗത്തെത്തി. സ്കൂളിന്റെ ഇപ്പോഴത്തെ ഭരണസമിതി വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ മേഖലകളിൽ തികഞ്ഞ ഉദാസീന നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന് പാരന്റ്സ് ഫോറം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 2009 ഇവർ അധികാരത്തിൽ വരുമ്പോൾ 2008 ഫിനാൻഷ്യൽസ് അനുസരിച്ച് ആ വർഷം 136 ലക്ഷം ദിനാർ ലാഭത്തിലായിരുന്നു. എന്നാൽ 2009 മുതൽ 2013 വരെ ഏകദേശം 1.7 മില്യനാണ് ഇവർ വരുത്തി വെച്ചിരിക്കുന്ന നഷ്ടം. എന്നാൽ ഈയിടെ നിർമ്മാണം പൂർത്തിയായ റിഫ ക്യാമ്പസ് സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായാണ് ഭരണസമിതി ഉയർത്തിക്കാട്ടുന്നത്. റിഫയിൽ മനോഹരമായ ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് വിദ്യാലയത്തിനും ഇന്ത്യൻ സമൂഹത്തിന് തന്നെയും അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണെന്നാണ് ഭരണസമിതിയുടെ വാദം. അതേസമയം പുതിയ ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്കൂൾ ഫണ്ട് പണയപ്പെടുത്തി ബാങ്കിൽ നിന്നുമെടുത്ത വൻ വായ്പയുടെ തിരിച്ചടവ് സ്കൂളിന്റെ സാമ്പത്തിക പ്രതിസന്ധി വരും വർഷങ്ങളിൽ രൂക്ഷമാക്കുമെന്നാണ് പാരന്റ്സ് ഫോറം ഭാരവാഹികൾ ആരോപിക്കുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുവൈത്തിലെ അബ്ബാസിയയിൽ മലയാളി യുവാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം ആർപ്പൂക്കര മൃതയിൽ അജയ് ശങ്കറിനെയാണ് ഹദാ സെന്ററിന് സമീപമുള്ള താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് 42 വയസ്സായിരുന്നു. പരേതനായ ശങ്കരൻ നായരുടെയും രമണിയുടെയും മകനാണ്. റിഗയിൽ കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അനിതയാണ് ഭാര്യ. ആതിര, ആദിത് എന്നിവർ മക്കളാണ്. പ്രേക്ഷകരുടെ താൽപര്യം കാരണമാണ് പലപ്പോഴും ഒരേ വേഷങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതെന്ന് പ്രശസ്ത ഹാസ്യ സിനിമാ താരം സുരാജ് വെഞ്ഞാറമൂട്. നല്ല തിരക്കഥകളുടെ അഭാവമുണ്ടെങ്കിലും ഉന്നത നിലവാരത്തിലുള്ള സിനിമകൾ ഇപ്പോഴും മലയാളത്തിൽ പുറത്തിറങ്ങുന്നുണ്ട്. സുരാജ് സന്ധ്യയിൽ പങ്കെടുക്കാൻ റിയാദിലെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കഥാപാത്രത്തിന്റെ സ്വഭാവവും ഭാഷയും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ താല്പര്യം കാരണം അതിന് സാധിക്കുന്നില്ല. എങ്കിലും തിരുവനന്തപുരം ശൈലി മാറ്റിയുള്ള തന്റെ സിനിമകൾക്ക് ഇപ്പോൾ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. തന്റെ പുതിയ സിനിമ അത്തരത്തിലുള്ള ഒന്നാണെന്നും സുരാജ് പറഞ്ഞു. ശൈലി മാറി എന്ന് പറയുന്നത് ഞാൻ മാറുന്നുണ്ട്, പക്ഷേ ആൾക്കാർ എന്നെ വന്ന ആ സ്റ്റൈലിൽ കാണാനാണ് പലപ്പോഴും. ചെറിയ വിപണിയായിട്ട് പോലും മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാള സിനിമയിൽ മികച്ച കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ ധാരാളം സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട്. കഥാദാരിദ്ര്യം നിലവിൽ മലയാള സിനിമ നേരിടുന്ന വലിയ പ്രശ്നമാണ്. പുതിയ താരങ്ങൾ തിരക്കഥ ആഴത്തിൽ പഠിച്ച ശേഷം മാത്രമാണ് അഭിനയിക്കുന്നത്. അതിനാൽ അവരുടെ സിനിമകൾ മികച്ചു നിൽക്കുന്നു. ചാനലുകൾ നൽകുന്ന അവസരങ്ങൾ കൊണ്ട് മാത്രമാണ് രംഗകലാകാരന്മാർക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്ലബ്ബുകൾക്കും വായനശാലകൾക്കും പകരം ഇന്റർനെറ്റിലേക്ക് ചുരുങ്ങിയതാണ് മലയാളികൾ അധാർമികതയിലേക്ക് മുങ്ങിയതെന്നും സുരാജ് പറഞ്ഞു. റിയാദിലെ മുബാറക് ഹോസ്പിറ്റലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഫൈസൽ ബിൻ മുബാറക്, നൌഫൽ ബിൻ മുഹമ്മദ്, റഫീഖ് ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.